عليكم ورحمة الله وبركاته. കമ്മിറ്റി ഭാരവാഹികൾ, വയലിലെ നിവാസികൾ, വിദ്യാർത്ഥിനികൾ, ഇതര മതവിശ്വാസികൾ എല്ലാവർക്കും ഇസ്ലാമിന്റെ വരവേറുന്ന സ്വാതന്ത്ര്യത്തിന്റെ പിന്തുണയിലാണ് ഇന്ന് ഇന്ത്യ രാജ്യം നേടുന്നത്. ദീർഘകാലം ഭരണയാട്ടം നടത്തിയ അധിനിവേശ ശക്തികളെ തങ്ങളുടെ മനക്കരുത്തുകൊണ്ട് കെട്ടിവെപ്പിച്ച ആ സമ്പൂർണ്ണതയും ഇന്നും ഓരോ ഭാരതീയരുടെയും മനസ്സിന്റെ കത്തലത്തിൽ പുളകം കൊള്ളുകയാണ്. തന്റെ രാജ്യത്തെ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾ പിടികൂടിയപ്പോൾ സ്വരാജ്യം അത് എന്റെ അവകാശമാണ് എന്ന നിലയിൽ അധിനിവേശ ശക്തികളുടെ തോൽപ്പിൻ മുനയ്ക്ക് മുന്നിൽ സദൈവത്തിന്റെയും തന്മയുടെയും ബ്രഹ്മതികൾ പണിയുകയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ 500 വർഷക്കാലം ജാതി മതഭേദമന്യേ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പറങ്കികൾക്ക് മുമ്പിൽ ജീവിതവും അതിലുള്ള സകലമായ സുഖങ്ങളും ബലിയർപ്പിച്ചവരാണ് ഓരോ സ്വാതന്ത്ര്യ സമര പോരാളികളും. ഓരോ സ്വാതന്ത്ര്യത്തിനും മുന്നിലേക്ക് കടന്നു വരുമ്പോഴും നമ്മളുടെ പിഞ്ചു തലമുറകൾക്ക് വേണ്ടി, പുതിയ കുരുന്നുകൾക്ക് വേണ്ടി മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ആലി മുസലിയാരുടെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ഒക്കെ ചരിത്രങ്ങൾ വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറഞ്ഞു കൊടുക്കും ഓരോ ഭാരതീയരും. വർഗീയതയുടെയും അക്രമത്തിന്റെയും നൂലാമാലകൾ പോലും പ്രത്യക്ഷപ്പെടാത്ത രീതിയിൽ, അക്രമത്തിന്റെയും അനീതിയുടെയും നൂലാമാലകൾ പ്രത്യക്ഷപ്പെടാത്ത രീതിയിൽ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് കൈപിടിച്ചേർത്തിയ ആ മഹാരഥന്മാർ ഇന്ന് ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും മായ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യ സമര പോരാളികളായ നമുക്ക് മുമ്പ് കടന്നു വന്നിട്ടുള്ള ധീരദേശാഭിമാനികൾ നമുക്ക് മറക്കാൻ കഴിയില്ല. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നമുക്ക് മറക്കാനാകുമോ? ബ്രിട്ടീഷുകാർ ചതിയിലൂടെ കീഴ്പ്പെടുത്തുകയും വെടിയുതിർത്ത് കൊല്ലാൻ വേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്ത ശേഷം കോട്ടക്കുന്നിന്റെ വിരുമാറിൽ കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ട് കൈകൾ പിറകിലേക്ക് കെട്ടിക്കൊണ്ട് വെടിയുതിർത്താൻ നിൽക്കുന്ന സമയത്ത് അവസാനത്തെ ഹന്ത്യാഭിലാഷം എന്താണെന്ന് ചോദിച്ചപ്പോ ആ മഹാനുഭാവൻ അവിടുന്ന് പറഞ്ഞത്, എനിക്ക് ഭീരുവായി ഇന്ത്യ രാജ്യത്ത് മരിക്കാൻ താല്പര്യമില്ല. എന്റെ കണ്ണിലെ കെട്ട് നിങ്ങൾ അഴിക്കണം, എന്റെ കൈകളിലെ കെട്ട് നിങ്ങൾ അഴിക്കണം, എന്നിട്ട് എന്റെ നെഞ്ഞിലേക്ക് നേർക്കുനേർ നിന്നുകൊണ്ട് വെടിയുതിർക്കണം, എന്നിട്ട് എനിക്ക് ധീര യോദ്ധാവായി മരിക്കണം എന്ന് പറഞ്ഞ ആ ധീരദേശാഭിമാനിയെ നമുക്ക് മറക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒട്ടനവധി ധീരദേശാഭിമാനികൾ ഇറങ്ങുന്ന മണ്ണാണ് ഇന്ത്യയുടെ മണ്ണ്. ഇരിക്കട്ടെ, ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളുടെ നരനായാട്ടിന് ഉദാഹരണമാണ് വാഗൺ ട്രാജഡി പോലെയുള്ള മഹാദുരന്തങ്ങൾ. 1921 നവംബർ 20 ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് നിന്നും പോത്തന്നൂരിലേക്ക് പോകുന്ന ഒരു ഗുഡ്സ് വാഗണിൽ തിരൂരിൽ നിന്നും 100 പേരെ കുത്തിക്കയറ്റുകയാണ്. 7 മണിക്ക് വണ്ടി അങ്ങ് പുറപ്പെട്ടു. 180 കിലോമീറ്റർ ദൂരമുണ്ട് പോത്തന്നൂരിലേക്ക്. വായു കടക്കാത്ത, കുടിക്കാൻ വെള്ളമില്ലാത്ത ആ വാഗണിനുള്ളിൽ കൂട്ടനിലവിളിയാണ് ഉയരാൻ തുടങ്ങി. ആരും തന്നെ തിരിഞ്ഞു നോക്കിയതേയില്ല. പോത്തന്നൂരിലെത്തിയപ്പോഴോ ക്രൂരമായിരുന്നു ആ സംഭവം. 72 പേർ അതിൽ മരണമടയുകയുണ്ടായി. അതിൽ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജാതി മതഭേദമെന്ന ഇന്ത്യ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചു നിന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ പ്രളയവും ദുരിതവും ഉരുൾപൊട്ടലും ഉണ്ടാകുമ്പോൾ മാത്രമല്ല, മനസാക്ഷിയും സാഹോദര്യവും ഉണരേണ്ടത്. കേരളക്കരയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് 3 പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ രക്ഷിച്ചുകൊണ്ട് സംഹാര താണ്ഡവമാടിയപ്പോ മതം മറന്നുകൊണ്ട്, ജാതി മറന്നുകൊണ്ട് മനുഷ്യജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൈകോർത്ത് പിടിച്ച കരങ്ങൾ നാളെയുടെ കൊലയാളികളാകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, വയനാടിന്റെ ദുരന്ത ഭൂമിയിലെ കണ്ണ് നനയിക്കുന്ന കാഴ്ചകൾ കണ്ടവരാണ്. എത്രയോ ജീവനുകൾ അവിടെ കീഴ്പ്പെടുകയുണ്ടായി, മരണത്തിനോട് കീഴ്പ്പെടുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അവിടെ രാഷ്ട്രീയ ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഒരമ്മനറ്റ മക്കളെ പോലെ അവിടെ സംരക്ഷണ കവചം തീർത്തുവെങ്കിൽ അത് സൗഹാർദ്ദ അന്തരീക്ഷമാണ്. അവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കണ്ണു നനയിക്കുന്ന കാഴ്ചകൾ നാം ഏവരും കണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ഒരേ 4 ചുവരുകൾക്കുള്ളിൽ ഒരേ പ്ലേറ്റിൽ അന്നം കഴിച്ച് ഒരേ വിരിപ്പിൽ കിടന്നിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെ കണ്ണു നനയിക്കുന്ന കാഴ്ചകൾ സൗഹാർദ്ദമുളവാക്കുന്നതാണ്.
അതെല്ലാം നമ്മുടെ രാജ്യത്ത് കടന്നു വരേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. വീണ്ടും നാം പുനർജീവനത്തിന്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുമ്പോ നാം ഇന്ന് കണ്ട സ്വപ്നവും യാഥാർത്ഥ്യവും സൗഹാർദ്ദവും മതമൈത്രിയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിക്കുകയാണ്. നമ്മുടെ ഉമ്മത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു വചനമന്ത്രമുണ്ട്. ജാതി മത വർഗ വർണ്ണ വംശ വിവേചനമില്ലാതെ അയൽവാസി പട്ടിണി കിടക്കുമ്പോഴും സ്വന്തം വേറെ നിറയ്ക്കുന്നവൻ നമ്മിൽപ്പെട്ടവനില്ലെന്ന് പ്രഖ്യാപിച്ച ആ മാനവകുലത്തിന്റെ നേതാവ് ഒരു മുസൽമാന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട് ഹിന്ദുവിന്റേതായാലും ക്രിസ്ത്യാനികളുടേതായാലും അവന്റെ കുടുംബം പട്ടിണിയിലാണോ എങ്കിൽ അവനെ വയറ് നിറപ്പിച്ചിട്ട് നിനക്ക് കഴിക്കാവോ എന്ന് പഠിപ്പിച്ച ഗുരുവന്ദർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് വിളിച്ചു പറയുന്നു, പരസ്പരം തമ്മിൽ തല്ലാനല്ല, പോരടിക്കാനല്ല, ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അക്രമം ഉണ്ടാക്കാനല്ല പറഞ്ഞത്. മറിച്ച് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് മാനവിക ഐക്യമാണ്, സാഹോദര്യമാണ്, മതമൈത്രിയാണ്, മാനവിക ഐക്യമാണ് അവിടുന്ന് വിളിച്ചു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതാകണം നമ്മുടെ ജീവിതത്തിൽ ഉണർത്തേണ്ട മാതൃക. ഇരിക്കട്ടെ, തന്റെ രാജ്യത്തെ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾ പിടികൂടിയതും അവരുടെ പീരങ്കികൾക്ക് മുമ്പിൽ വീരമൃത്യു വരിച്ച വീരേതിഹാസം രചിച്ച് പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം കളഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ട് സഹോദരന്റെ ജീവൻ നടത്തെടുത്തുകൊണ്ട് ആനന്ദവൃത്തം വെക്കുന്ന ഭീകര ചിന്തകൾ വർത്തമാന കാലത്ത് നിന്നും തുടച്ചു നീക്കേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടുകളിൽ നടക്കുന്ന അക്രമങ്ങളും അനീതികളും പീഡനങ്ങളും കൊലപാതകങ്ങളും അങ്ങനെയുള്ള ഇന്ത്യ രാജ്യമല്ല നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ടിട്ടുള്ളത്. അത്തരം നമ്മുടെ വർത്തമാന കാലത്ത് നിന്നും തുടച്ചു നീക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ത്യ രാജ്യം പൂർവികർ സ്വപ്നം കൊണ്ടൊരു ഇന്ത്യ രാജ്യം ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയും മൗലാന മുഹമ്മദ് അലി ജോഹറും തുടങ്ങിയ ധീരദേശാഭിമാനികൾ നേടിത്തന്ന ആ ഒരു സ്വപ്നലോകം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, മഹാത്മാഗാന്ധിയും മൗലാന മുഹമ്മദ് അലി ജോഹറും തോളോട് തോളിരുമ്പി നിന്നുകൊണ്ട് ഒരേ വിരിപ്പിൽ കിടന്നിറങ്ങി ഒരേ പ്ലേറ്റിൽ നിന്ന് അന്നം കഴിച്ച ആ രണ്ട് പ്രതിഭാസങ്ങൾ അവരുടെ ജീവിതം നമുക്ക് വേണ്ടി തുറന്നു കാണിച്ചു തരുന്നുണ്ട്. ഒരേ മതവിശ്വാസങ്ങളോടുകൂടെ മഹാത്മാഗാന്ധി അതിരാവിലെ പുലരുമ്പോ ദൈവനാമം നമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൗലാന മുഹമ്മദ് അലി ജോഹർ തൊട്ടടുത്ത് നിന്നുകൊണ്ട് സുബ്ഹി നിസ്കരിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സൗഹാർദ്ദാന്തരീക്ഷം, ഇങ്ങനെയുള്ള ഒരു കാലങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് മുസൽമാനും തലയിൽ തൊപ്പിവെച്ച മുസൽമാനും കഴുത്തിൽ കുരിശുമാല അണിഞ്ഞ ക്രിസ്ത്യാനിയും നെറ്റിയിൽ പൊട്ടുതൊട്ട ഹിന്ദുവുമൊക്കെ കവലുകളിലും മങ്ങാടികളിലും പുഞ്ചിരി തൂകി നടന്നിരുന്ന തോളോട് തോളിരുന്ന് നടന്നിരുന്ന ആ ഒരു ഹിന്ദുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ കാവലാളികളായി നന്മയുടെ പ്രതീകങ്ങളായ ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം. അതിന് നാലൻ തൗഫീഖ് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന്റെ 1000 ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.